Dear students, അപ്പോൾ നമ്മൾ ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്നുള്ള ലെസണിൽ ഈ രണ്ട് കോമ്പൗണ്ടുകളുടെയും പ്രിപ്പറേഷൻ ആണ് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നോക്കിയത്. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത സെക്ഷനായ പ്രോപ്പർട്ടീസിലോട്ട് നമ്മൾ വരികയാണ്. അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ തന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസ്. അപ്പം നിങ്ങൾക്കറിയാം, ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ കോമ്പൗണ്ടുകൾക്ക് കളർ ഉണ്ടോ, സ്മെല്ല് എന്താണ്, വാട്ടറിൽ സൊല്യൂബിൾ ആവോ, ബോയിലിംഗ് പോയിന്റ് ആൻഡ് മെൽറ്റിംഗ് പോയിന്റ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുക. വി വിൽ ഡിസ്കസ് അബൌട്ട് കളർ, ബോയിലിംഗ് പോയിന്റ്സ്, solubility, melting points, etc. Okay. But generally, these compounds are colorless. Aryl halides and alkyl halides are generally colorless, but some bromides and iodides develop color when exposed to light. ലൈറ്റിൽ എക്സ്പോസ് ചെയ്യുമ്പോൾ ചില ബ്രോമൈഡ്സിനും അയഡൈഡ്സിനൊക്കെ കളർ ഉണ്ടാവാറുണ്ട്. പിന്നെ ചില ഹാലജൻ കോമ്പൗണ്ട്സിനൊക്കെ സ്വീറ്റ് സ്മെല്ലുണ്ട്. ദേ ഹാവ് സ്വീറ്റ് സ്മെൽ. സം ഹാലജൻ കോമ്പൗണ്ട്സ് ഹാവ് സ്വീറ്റ് സ്മെൽ. ഇനി മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സിൻ്റെ കാര്യത്തിലോട്ട് വരികയാണ്. നമുക്കറിയാം, ലോവർ മെമ്പേഴ്സ് ഒക്കെ ഗ്യാസ് ആണ്. ഇപ്പം മീഥൈൽ ക്ലോറൈഡ്, മീഥൈൽ ബ്രോമൈഡ്, അല്ലെങ്കിൽ ക്ലോറോമീഥെയിൻ, ബ്രോമോമീഥെയിൻ, chloroethane. These lower members are gases and higher members, some higher members are liquid and other higher members are solids. Okay. അപ്പോൾ ലോവർ മെമ്പേഴ്സ്, അതായത് ഒരു കാർബൺ 2 കാർബൺ ഒക്കെ വരുന്ന മെമ്പേഴ്സ് ഗ്യാസ് ആയിരിക്കും. കുറച്ചും കൂടെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം ഒരു 6-7 കാർബൺ ആറ്റം ഒക്കെ വരുന്ന സമയത്ത് ലിക്വിഡ് ആവും. പിന്നെയും കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കൂടുമ്പോൾ സോളിഡ് ആവും. ഇനി ഇവിടെ നിങ്ങൾക്കറിയാം, കമ്പയർ ടു ഹൈഡ്രോകാർബൺസ് their boiling points will be higher than the similar hydrocarbons. അതായത് സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ള ഹൈഡ്രോകാർബണുകളെ കമ്പയർ ചെയ്യുമ്പോൾ ബോയിലിംഗ് പോയിന്റ് പൊതുവെ കൂടുതലായിരിക്കും. കാരണം നിങ്ങൾക്കറിയാം, ഇവിടെ ഹൈഡ്രജനെ മാറ്റിയിട്ടാണ് ഈ ക്ലോറിൻ, ബ്രോമിൻ ഇവരൊക്കെ വരുന്നത്. ഹൈഡ്രജനെ മാറ്റിക്കൊണ്ടാണ്. ഇപ്പൊ CH4 എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മീഥെയിനിലെ ഹൈഡ്രജനെ മാറ്റിയിട്ടാണ് ഇപ്പൊ Cl വരുന്നത്, അല്ലെങ്കിൽ Br വരുന്നത്. വൺ ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം ഈസ് റീപ്ലേസ്ഡ്. ഇങ്ങനെ ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ആവുന്ന സമയത്ത് പൊളാരിറ്റി കൂടുകയാണ്. കാർബൺ ഹൈഡ്രജൻ ബോണ്ടിന്റെ പൊളാരിറ്റി അല്ല CCl ബോണ്ടിന് ഉണ്ടാവുക, കാർബൺ ക്ലോറിൻ ബോണ്ടിന് ഉണ്ടാവുക. സിമിലർലി there will be difference in polarity between carbon and hydrogen compared to carbon and bromine. അപ്പോൾ മോർ പോളാർ ആവാണ്. ബോണ്ട് ബിക്കം മോർ പോളാർ ഇൻ ആൽക്കൈൽ ഹാലൈഡ്സ് കമ്പയർഡ് ടു ഹൈഡ്രോകാർബൺസ്. അപ്പോൾ മോർ പോളാർ ആവുമ്പോൾ ഇന്റർഅറ്റോമിക് ഫോഴ്സസ്, ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻക്രീസസ്. Intermolecular force of attraction or van der Waals force of attraction increases. When intermolecular force of attraction increases, boiling points increases. Okay. And similarly, when we compare the boiling points of alkyl halides, iodides have more boiling point. Ri have more boiling point compared to bromo compounds having same number of carbon atom, which have more boiling point compared to RF. Okay. അതായത് ഒരേ കാർബൺ ആറ്റത്തിന്റെ എണ്ണമുള്ള ആൽക്കൈൽ ഹാലൈഡ്സ് കമ്പയർ ചെയ്യുമ്പോൾ അയഡൈഡ്സിനായിരിക്കും ബോയിലിംഗ് പോയിന്റ് കൂടുതൽ. കാരണം നിങ്ങൾക്കറിയാം, അയഡിൻ ആണ് ഈ 4 എണ്ണത്തിലും വെച്ചിട്ട് എന്ത് കൂടുന്നത്, അറ്റോമിക് മാസ് കൂടുന്നത് അല്ലേ. അറ്റോമിക് മാസ് കൂടുന്നത് കൊണ്ട് അവിടെ ബോയിലിംഗ് പോയിന്റ് കൂടുക ആർക്കായിരിക്കും, അയഡൈഡ്സിനായിരിക്കും. ഓക്കെ. Similarly, when we compare the boiling points of isomeric haloalkanes, ഐസോമറിക് ഹാലോ ആൽക്കെയിൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 4 കാർബൺ ആറ്റം ഉള്ളത് തന്നെ അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഐസോമേഴ്സ് എഴുതാൻ പറ്റും. ഇപ്പോൾ ബ്രോമിൻ 1ാമത്തെ കാർബണിൽ വന്നു, 2ാമത്തെ കാർബണിൽ വന്നു, അങ്ങനെ മാറ്റി മാറ്റി എഴുതാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ വെൻ ബ്രാഞ്ചിങ് ഇൻക്രീസസ്, ബോയിലിംഗ് പോയിന്റ് ഡിക്രീസസ്. ഓക്കെ. എമംഗ് ഐസോമറിക് ഹാലോ ആൽക്കെയിൻസ്, boiling point decreases with the increase in branching. For example, we can consider CH3, CH2, CH2, Br. The name of the compound is, sorry, one more CH2. We can write one more CH2. The name is 1-bromobutane. Okay. In another compound, the bromine will be in the 2nd carbon.
So CH3, CH2, CHBr, CH3. The name of the compound is 2-bromobutane. Okay. We can consider one more isomer of this compound. CH3, CH3Br. Okay. Among isomeric haloalkanes, when branching increases, boiling point decreases. So in the third one, there is more branching. These are isomers, but in the third one, there is more branching. So the boiling point of the first compound is 375 Kelvin. The second compound is 364 Kelvin. And the boiling point of the third compound is only 346 Kelvin. Okay. The reason is, when branching increases, the molecule attains the shape of a sphere. And in the case of sphere, the intermolecular attractive forces decreases. When intermolecular attractive forces, area of contact decreases. For a sphere, area of contact decreases, due to which intermolecular attractive forces decreases, so boiling point decreases. That is the reason. Okay. Now when coming to haloarenes, the properties of haloarenes, generally boiling point, melting point, etc. Among dihalo compounds, this is a dihalobenzene, 1,2-dichlorobenzene. This is orthodichlorobenzene. We can compare the melting point and boiling point of para-dichlorobenzene with the orthodichlorobenzene and also with the meta-dichlorobenzene. You know, this is orthoisomer, this is meta-dichlorobenzene, this is para-dichlorobenzene. Boiling points are almost similar. For these compounds, boiling points are almost similar, but melting point is more for para compound. For this compound, melting point is more compared to these two. The reason is, it has more symmetry. It is more symmetric. Since it is more symmetric, it fits into the crystal lattice more. So it has more melting point. Here the melting point is 323 Kelvin for the para isomer. For the orthoisomer, the melting point is only 256 Kelvin. And for the meta-isomer, meta-dichlorobenzene, the melting point is only 249 Kelvin. Okay, boiling points are similar, but melting point is more for para-isomer. And these compounds, now coming to density of these compounds. Now we are coming to the density, another physical property. These compounds are heavier than water and the density increases with the increase in number of carbon atoms. Okay. About density, they are when we discuss the density of this compound, they are more heavier or denser than water. Now coming to solubility of these compounds, they are very less soluble in water and they are generally soluble in non-polar solvents. You know, there is a principle of solubility, like dissolves like. Polar substances are soluble in polar solvents and non-polar substances are soluble in non-polar solvents. Here there is a slight polarity between this carbon and halogen bond, but compared to the polarity of water, their polarity is less. Or when we try to dissolve these compounds in water, there should be breakage of hydrogen bonding in water molecules and there should be new bond formation between this compound and water, which is not very easily possible. So that these molecules are very less soluble in water. അതായത് ഈ കോമ്പൗണ്ട്സ് പെട്ടെന്ന് വെള്ളത്തിൽ സൊല്യൂബിൾ ആവില്ല. പെട്ടെന്ന് വെള്ളത്തിൽ സൊല്യൂബിൾ ആവാതിരിക്കാനുള്ള കാരണം എന്താണ്? ഇവര് പൊളാരിറ്റി വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്ക് പൊളാരിറ്റി ഇല്ല. വാട്ടറിൽ സൊല്യൂബിൾ ആവണമെങ്കിൽ ഇവർ തമ്മിൽ ഈ മോളിക്യൂളും നമ്മുടെ ഹാലോ ആൽക്കീനും വാട്ടറും തമ്മിൽ എന്തുണ്ടാവണം? ബോണ്ടിങ് ഉണ്ടാവണം.
അപ്പം എന്ത് സംഭവിക്കും? വാട്ടറിലെ ഹൈഡ്രജൻ ബോണ്ടിങ് ബ്രേക്ക് ചെയ്യേണ്ടി വരും. അത്രയ്ക്ക് ഒരു പൊളാരിറ്റി ഇവർക്ക് ഇല്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ ഈ മോളിക്യൂൾസ് വാട്ടർ മോളിക്യൂളുമായിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാൻ പ്രാപ്തരായിരിക്കണം. അതും ഇവിടെ സംഭവിക്കില്ല. അതുകൊണ്ട് പൊതുവെ വാട്ടറിലെ സൊല്യൂബിലിറ്റി കുറവും നോൺ പോളാർ ആയിട്ടുള്ള സോൾവെൻസിൽ പൊളാരിറ്റി കൂടുതലുമായിരിക്കും. നോൺ പോളാർ സോൾവെൻസ് പറഞ്ഞാൽ ഓർഗാനിക് സോൾവെൻസ്. ഓക്കെ, എന്തൊക്കെയാണ് ഓർഗാനിക് സോൾവെൻസ്? കാർബൺ ടെട്രാക്ലോറൈഡ്, ക്ലോറോഫോം പോലെയുള്ള ഓർഗാനിക് സോൾവെൻസിൽ അവരൊക്കെയാണ് ഓർഗാനിക് സോൾവെൻസ്. ഓർഗാനിക് സോൾവെൻസിൽ ഇവർ സൊല്യൂബിൾ ആയിരിക്കും. പക്ഷെ വാട്ടർ പോലെയുള്ള സോൾവെൻറ്റിൽ ഇവർ സൊല്യൂബിലിറ്റി കുറവാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇത്രയും പറഞ്ഞ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് 1-2 ചോദ്യങ്ങൾ ടെക്സ്റ്റിലുണ്ട്. അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ പറയാം. ഫിസിക്കൽ പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുക എന്നും കൂടെ പറഞ്ഞിട്ട് വേണം നമുക്ക് ഈ ടോപ്പിക്ക് കഴിഞ്ഞ് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ അതിലെ ഒരു ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് അറേഞ്ച് ഈച്ച് സെറ്റ് ഓഫ് കോമ്പൗണ്ട്സ് ഇൻ ഓർഡർ ഓഫ് ഇൻക്രീസിങ് ബോയിലിംഗ് പോയിന്റ്സ്. ഇൻക്രീസിങ് ബോയിലിംഗ് പോയിന്റ്സിൽ നമുക്ക് കോമ്പൗണ്ട്സിനെ എഴുതാനായിട്ടാണ്. ഓക്കെ, അതിലെ ഫസ്റ്റ് വൺ, അറേഞ്ച് ദ കോമ്പൗണ്ട്സ് ഇൻ ഇൻക്രീസിങ് boiling points in order of increasing boiling points. The first one is bromomethane and the second compound is bromoform. The third one is chloromethane and the next one is dibromomethane. Okay, അപ്പോൾ ബ്രോമിൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൻഡ് ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീഥെയിൻ അങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഓർഡറിൽ എഴുതേണ്ടത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദർ ബോയിലിംഗ് പോയിന്റ്സിലാണ് ഇതിനെ നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ മോളിക്കുലർ മാസ്. ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ മോളിക്കുലർ മാസ്. അപ്പോൾ ഇവിടെ ഏറ്റവും മോളിക്കുലർ മാസ് കുറഞ്ഞത് ആരാണ്? ക്ലോറോമീഥേൻ, അതായത് CH3Cl. അപ്പോൾ ആദ്യം വരെ ആരാ? ഇയാൾ ക്ലോറോമീഥേൻ ആണ് ആദ്യം. ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കുറവായിരിക്കും വരിക ക്ലോറോമീഥേൻ. നെക്സ്റ്റ് കം ബ്രോമോമീഥേൻ അല്ലേ? CH3Cl കഴിഞ്ഞ് ഇതെന്താ? CH3Br. നെക്സ്റ്റ് മോളിക്കുലർ മാസ് വരെ ഇയാൾക്കാണ്. അപ്പോൾ സെക്കൻഡ് കോമ്പൗണ്ട് ഈസ് ബ്രോമോമീഥേൻ. ഓക്കെ, തേർഡ് വൺ വിൽ ബി ഡൈബ്രോമോമീഥേൻ. അപ്പോൾ dibromomethane and the compound with the highest boiling point will be bromoform. Bromoform means CHBr3. The formula of bromoform is CHBr3. So this is chloromethane, that is CH3Cl. Second one is CH3Br and dibromomethane is CH2Br2. Finally bromoform is CHBr3. These are the chemical formula of these compounds. Okay, up in this way we can write the boiling points. The principle is boiling point increases with the increase in molecular mass. Now the second, we can go to the second question. Second question is again arrange in the order of boiling points or in the increasing order of the boiling points. The compounds are, second question, the first compound is 1-chloropropane. 1-chloropropane. Next one is isopropyl chloride. Isopropyl chloride. And the third one is 1-chlorobutane. Okay. Upon here we have to use both the principles. That is when boiling point increases with increase in molecular mass. That is the first principle. Then when branching increases, boiling point decreases. Okay, branching increases, boiling point decreases. ഈ രണ്ട് പ്രിൻസിപ്പിളും കൂടി നമ്മൾ ഉപയോഗിച്ചാലാണ് ഇതിൻ്റെ ആൻസർ പറയാൻ കഴിയുക. അപ്പം നോക്കൂ, പ്രൊപ്പൈൻ്റെ ഒരു കോമ്പൗണ്ട് ഉണ്ട്, 2 എണ്ണം പ്രൊപ്പൈൻ്റെ ഉണ്ട്. അതിലൊന്നിൽ ബ്രാഞ്ചിങ് കൂടി വരും. ഐസോപ്രൊപ്പൈലാണ്, മറ്റേത് 1-chloropropane ആണ്, പിന്നെ ബ്യൂട്ടൈൻ ആണ്. അപ്പം ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോൾ ഈ 2 എണ്ണത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ബ്യൂട്ടൈൻ
since there is 4 carbon atom, molecular mass will be higher, so there will be higher boiling point. So third compound will be 1-chlorobutane, or the compound with the higher boiling point is 1-chlorobutane. Now among these two, we can write the formula CH3, CH2, CH2, Cl. This is 1-chloropropene. Now, what is isopropyl chloride? CH3, CHCl, CH3. Isopropyl group എഴുതിയിട്ട് അതിൽ Cl കൊടുക്കണം. Isopropyl എന്ന് പറഞ്ഞാൽ this is the isopropyl group. Okay, അതിൽ Cl വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. Isopropyl chloride. What is 1-chlorobutane? CH3, CH2, 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 Cl. Okay, so among these three, since it has higher molecular mass, it has the highest boiling point. The third one will be this compound. Okay, and we have studied that when branching increases, boiling point decreases. So among these two, the compound with the lowest boiling point is isopropyl chloride. So first one will be isopropyl chloride. With the compound with the minimum boiling point is isopropyl chloride. Then comes 1-chloropropane. Then compound with the highest boiling point is 1-chlorobutane. This is the order. Here we have to use both the things, both the facts. That is, boiling point increases with the increase in molecular mass, and also when branching increases, boiling point decreases. By using these two facts, we can write the boiling point order like this. Okay. അപ്പോൾ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചെയ്തു, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്തു. ഫിസിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ ഭാഗത്തു നിന്ന് ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ അപ്പുറമുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് വരാനുള്ള സാധ്യത കുറവാണ്. ആ ഭാഗം ഒന്ന് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ലവണ്ണം അത് മനസ്സിലാവും. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് കാര്യം, അതായത് കെമിക്കൽ പ്രോപ്പർട്ടീസ്, നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. അപ്പോൾ നമ്മുടെ ഈ പാർട്ടിയുടെ അവസാനിക്കുകയാണ്. ബൈ.